നമസ്കാരം, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. നമ്മൾ മുൻ വീഡിയോകളിൽ ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പല ചർച്ചകൾ നടത്തിയിരുന്നു. അതിൽ ഒരു കാര്യമായിരുന്നു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണെന്നുള്ളത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടാതെ നമ്മൾ EPS എന്താണെന്നും വിശദമായിട്ട് മുൻ വീഡിയോയിലൊക്കെ പഠിച്ചു. ഇനിയിപ്പം മറ്റൊരു ടേം കൂടി ഇതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ്, EPS തുടങ്ങിയ ആ രണ്ട് പദങ്ങളോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാക്കാണ് PE റേഷ്യോ എന്ന് പറയുന്നത്. PE റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ എന്നാണ് അർത്ഥം. ഇതെല്ലാം എന്തിനാണ്? നമുക്ക് നല്ല ഷെയറുകൾ നല്ല വാല്യൂവിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക, കൂടിയ വിലയ്ക്ക് വിൽക്കുക, ഇതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പം നല്ല ഷെയർ അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്, ഹൗ ടു സെലക്ട് എ ഷെയർ എന്നുള്ള കാര്യത്തിന് നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് വളരെ മസ്റ്റാണ്. ഹൗ ടു എന്നുള്ള കാര്യത്തിന് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ. വെൻ ടു സെലക്ട് എ ഷെയർ എന്നുള്ള കാര്യം വരുമ്പോഴത്തേക്കും അവിടെ ടെക്നിക്കൽ അനാലിസിസാണ് നമ്മളെ സഹായിക്കുന്നത്. എപ്പോൾ വാങ്ങണം എന്നുള്ളത് അത് നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ട് വാങ്ങി വെക്കണം എന്നുണ്ടെങ്കിൽ ആ കമ്പനിയെക്കുറിച്ച് പഠിക്കണമല്ലോ. അപ്പോൾ അവിടെയും നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ആവശ്യമുണ്ട്. ഷോർട്ട് ടേം ആണെങ്കിൽ എപ്പോൾ വാങ്ങണം എന്നുള്ള കാര്യത്തിന് നമുക്ക് ടെക്നിക്കൽ അനാലിസിസൊക്കെയാണ് ആവശ്യം. അപ്പം നമുക്ക് ഈ ഒരു PE റേഷ്യോ എന്ന് പറയുന്ന പ്രൈസ് ടു ഏണിംഗ് റേഷ്യോയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നോക്കാം. എന്താണ് ഈ പ്രൈസ് ടു ഏണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൈസ് ടു ഏണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഒരു ഷെയറിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ EPS കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കറണ്ട് മാർക്കറ്റ് പ്രൈസിന് EPS കൊണ്ട് എന്താണെന്ന് നമുക്കറിയാമല്ലോ, EPS. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് പഠിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് വരാൻ. EPS എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് PE എന്ന് പറയുന്നത്. അപ്പോൾ PE, ഞാനൊരു ഉദാഹരണം, നിങ്ങളിപ്പോൾ ഈ PE എന്നും EPS എന്നും ഒക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം ഓരോ കമ്പനിയുടെയും ഞങ്ങൾ ഇതെങ്ങനെ കാണാതെ പഠിക്കും, ഇതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ CMPA കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ EPS കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് PE കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ബൈ ഹാർട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. EPSഉം PE റേഷ്യോ എല്ലാം നേരത്തെ തന്നെ കണ്ടുപിടിക്കപ്പെട്ട് വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. അതായത് മണി കൺട്രോൾ പോലെയൊക്കെയുള്ള വെബ്സൈറ്റുകളിൽ ഇത് ഓൾറെഡി കിടപ്പുണ്ടാവും. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് കമ്പയർ ചെയ്യണം. PE റേഷ്യോ, ഒരു കമ്പനിയുടെ PE ഈ കമ്പനി ഇപ്പോൾ വാങ്ങാൻ പറ്റിയതാണോ, ഇത് അണ്ടർ വാല്യൂഡ് ആണോ, ഓവർ വാല്യൂഡ് ആണോ, ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ അണ്ടർ വാല്യൂഡ് ആണോ, ഓവർ വാല്യൂഡ് ആണോ എന്നറിയാൻ PE നമ്മളെ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കമ്പനിയുടെ കാര്യമായി ഇപ്പോൾ പറയാം. അതായത് ഒരു 100 രൂപയാണ് ആ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് എന്നിരിക്കട്ടെ. 100 രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ്, കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ EPS 10ആണ്. EPS ഏണിംഗ് പെർ ഷെയർ 10ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ PE എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു 100 ഡിവൈഡഡ് ബൈ 10 അല്ലേ? അപ്പോൾ 10ആണ് അതിൻ്റെ PE കിട്ടുന്നത്. ഇനി മറ്റൊരു കമ്പനി, ആ കമ്പനിയുടെയും മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ 100 തന്നെയാണ്. അതിൻ്റെ പക്ഷേ EPS 20ആണ്, ഏണിംഗ് പെർ ഷെയർ 20ആണ്. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയ 100നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. അപ്പോൾ നേരത്തെ ആദ്യത്തെ കമ്പനിയുടെ PE കിട്ടിയത് 10ആണ്, ഇതിൻ്റേത് 5ആണ്. അപ്പോൾ ഇതിലേത് കമ്പനിയാണ് നല്ലത്? അങ്ങനെ ഇതിലേതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 10 എന്നുള്ളതാണോ നല്ലത്? അല്ല, 5ആണ്. അതായത് PE കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 5ആണ് ഇതിൻ്റെ PE എന്ന് നമ്മൾ കണ്ടു. 5ആണ് PE എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ഇതാണ്: 5 രൂപ മുടക്കുമ്പോഴാണ് ആ കമ്പനിയുടെ 1 രൂപ ആദായം നമുക്ക് കിട്ടുന്നത്. അതായത് 1 രൂപ ആ കമ്പനിയുടെ ആദായം നമുക്ക് ലഭിക്കണമെങ്കിൽ 5 രൂപ മുടക്കണം. മറ്റേ കമ്പനിയുടെ ആണെങ്കിലോ
₹1 ആദായം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിന് മുടക്കേണ്ട വില എത്രയാണ്? 10 ആണ്. അതുകൊണ്ടാണ് PE കുറഞ്ഞതാണ് നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ PE കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത് വാങ്ങാനായിട്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. പക്ഷേ എന്തുകൊണ്ടാണ് PE കുറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാരണം കൂടി ഒന്ന് അന്വേഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി മറ്റൊരു കാര്യം, കറണ്ട് മാർക്കറ്റ് പ്രൈസ് വളരെ കുറവാണെങ്കിൽ മറ്റ് ഫണ്ടമെൻ്റൽ എല്ലാം ഓക്കെയാണ്, കമ്പനിയെ സംബന്ധിച്ച് മറ്റ് ഫണ്ടമെൻ്റൽ കാരണങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ അത് അണ്ടർ വാല്യൂഡാണ്. കാരണം മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് വാങ്ങാം. അണ്ടർ വാല്യൂഡായിട്ടുള്ള നല്ല ഓഹരിയാണ് എന്ന് കണ്ടാൽ നമുക്കത് വാങ്ങാൻ പറ്റുന്ന സമയമാണ്. എന്നാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വല്ലാതെ കൂടിയിരിക്കുകയാണെങ്കിലോ അത് ഓവർ വാല്യൂഡാണെന്ന് പറയും. വില വല്ലാതെ കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ കോഷ്യസ് ആയിരിക്കണം. പക്ഷേ PE കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ബാഡ് ഷെയറാണ് എന്ന് അർത്ഥമില്ല. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കൂടുതൽ ആൾക്കാർക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട് ആ കമ്പനിയോട്. ആ കമ്പനിയിൽ കൂടുതൽ താല്പര്യം ആളുകൾക്ക് തോന്നുന്ന ഒരു സമയമാണെങ്കിൽ ചിലപ്പോൾ PE കൂടി വന്നേക്കാം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ രണ്ട് കമ്പനികളുടെ PE തമ്മിലൊന്ന് കമ്പയർ ചെയ്യണം. ഉദാഹരണത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഒന്ന് താരതമ്യം ചെയ്യണം, അല്ലെങ്കിൽ ICICI ബാങ്ക്. രണ്ട് ബാങ്കുകളുടെ അല്ലെങ്കിൽ ഇൻഫോസിസ് 1311 അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. അതുപോലെ തന്നെ TCS 3122 അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്. അപ്പം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ PE ഒക്കെ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും സെയിം സെക്ടറിലുള്ള കമ്പനികളുടെ PE ആയിരിക്കണം താരതമ്യം ചെയ്യേണ്ടത്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 285 രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസായിട്ട് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ICICI ബാങ്കും ഇതിൽ 542 രൂപയാണ് ICICI ബാങ്കിൻ്റെ വില. അപ്പോൾ ICICI വാങ്ങണോ SBI വാങ്ങണോ എന്നൊക്കെ, രണ്ടും ബാങ്ക് തന്നെയാണല്ലോ. അപ്പോൾ അത് ഏത് വാങ്ങണം എന്നൊക്കെ നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ PE നമുക്ക് കമ്പയർ ചെയ്യാം. ഒരേ സെക്ടറിലുള്ള കമ്പനിയുടെ വേണം, അല്ലാതെ ഇൻഫോസിസിൻ്റെ PEയും SBIയുടെ PEയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. രണ്ടും രണ്ട് സെക്ടറാണ്. അപ്പോൾ സെയിം സെക്ടറിലുള്ള PE നമുക്ക് കമ്പയർ ചെയ്യാം. അതിൻ്റെ രണ്ടിൻ്റെയും PEകൾ കമ്പയർ ചെയ്യുക. മാത്രമല്ല ഇൻഡസ്ട്രി PE എന്ന് പറഞ്ഞ ഒരു ഡാറ്റ കൂടി അവൈലബിൾ ആണ്. ഇൻഡസ്ട്രി PE എന്ന് പറയും. അതായത് ബാങ്കിങ് സെക്ടറിൻ്റെ ആണെങ്കിൽ ബാങ്കിങ് സെക്ടറിൻ്റെ PE എന്ന് പറയും. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്, ഇൻഡസ്ട്രി PE. അപ്പോൾ ആ ബാങ്കിങ് സെക്ടർ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഈ സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട്, ICICI ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, കോട്ടക് ബാങ്ക് ഉണ്ട്, മറ്റേ യെസ് ബാങ്ക് ഉണ്ട്, HDFC ബാങ്ക് ഉണ്ട്. അങ്ങനെ എല്ലാ ബാങ്കുകളും ചേർന്നതാണ്. അതിൻ്റെ ഇൻഡസ്ട്രി PE നമ്മൾ ഈ വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കമ്പനിയുടെ PEയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യണം. അപ്പോൾ ഇൻഡസ്ട്രി PEയിൽ നിന്ന് വളരെ കുറവാണ്, ഇല്ലെങ്കിൽ അതിൽ നിന്ന് കൂടിയിരിക്കുകയാണ് എന്നൊക്കെ വരികയാണെങ്കിൽ മാത്രം അതിനെക്കുറിച്ചൊന്ന് കോഷ്യസ് ആവണം. അത് നല്ലതോ ചീത്തയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രി PEയാണ് നമുക്ക് ഏറ്റവും നല്ലത് കമ്പനിയെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട്. അത് സെയിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ആയിരിക്കണം അത് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വീഡിയോയുടെ പ്രധാനപ്പെട്ട കൺക്ലൂഷൻ പാർട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇത് ലൈക്ക് ചെയ്യണം. ഈ ചാനൽ നമുക്ക് കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് കിട്ടണം. അതോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻറ്റുകൾ ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കൺക്ലൂഷൻ പാർട്ടിലേക്ക് പോകാം. പ്രൈസ് ടു ഏണിംഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള PE എന്ന് പറയാറുണ്ട്. അതിൽ ഒന്ന് ട്രെയിലിംഗ് PE എന്ന് പറയും. ട്രെയിലിംഗ് PE എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ലാസ്റ്റ് 12 മാസത്തെ EPS. അപ്പോൾ അതാണ് ട്രെയിലിംഗ് PE എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS ഓഫ് ലാസ്റ്റ് പ്രീവിയസ് 12 months, അതാണ് ട്രെയിലിംഗ് PE എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോർവേഡ് PE എന്ന് പറയുന്ന മറ്റൊരു PE കൂടിയുണ്ട്. ഫോർവേഡ് PE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കമ്മിങ് 12 months EPS ആണ്. അതായത് ഇനി വരാൻ പോകുന്ന 12 മാസത്തെ EPS. അതെങ്ങനെയാണ്? അതൊന്ന് സങ്കല്പിക്കുകയാണ്. ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ നോക്കിയിട്ട് ഒരു അസംഷനിലെത്തുകയാണ്. ഇനി അടുത്ത 12 months എങ്ങനെയായിരിക്കും
ഈ EPS വരിക എന്നുള്ളത്. അപ്പോൾ ഫോർവേഡ് PE അങ്ങനെ കണക്കാക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് 12 മന്ത്സിൻ്റെ അതിൽ ട്രെയിലിംഗ് PEയേക്കാൾ ഫോർവേഡ് PE വരാനുള്ള അടുത്ത 12 മന്ത്സിൻ്റെ PE കുറഞ്ഞിരിക്കുകയാണെങ്കിൽ, അതായത് മാർക്കറ്റ് പ്രൈസിനെ ഡിവൈഡഡ് ബൈ കമ്മിങ് 12 മന്ത്സിൻ്റെ EPS കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന PE, അത് ട്രെയിലിംഗ് PEയേക്കാൾ കുറഞ്ഞിരിക്കുകയാണ് ഫോർവേഡിൻ്റെ PE എങ്കിൽ കമ്പനി ഫ്യൂച്ചറിൽ നന്നാവാം എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ PEയെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി. പക്ഷേ അതിൻ്റെ ചില ലിമിറ്റേഷൻസ് കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ലിമിറ്റേഷൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് പുതിയ കമ്പനി, ഒരു അപ്കമിങ് കമ്പനി, അതായത് വളരെ ഹിറ്റായിട്ടുള്ളൊരു പുത്തൻ കമ്പനി വരുന്നു. ആ കമ്പനിയുടെ പബ്ലിക് ഇഷ്യൂ വരുന്ന സമയത്ത് ഈ ട്രെയിലിംഗ് PEയും ലാസ്റ്റ് 12 മന്ത്സിൻ്റെയോ അല്ലെങ്കിൽ അപ്കമിങ് 12 മന്ത്സിൻ്റെയോ ഒന്നും PE എടുക്കാൻ പറ്റില്ലല്ലോ, അതിനുണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ് PEയുടെ കാര്യത്തിൽ. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് പുതിയ കമ്പനികളെ സംബന്ധിച്ച് വരുമ്പോൾ, ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, PEയുടെ കാൽക്കുലേഷനിൽ നമ്മൾ EPS ആണ് മെയിനായിട്ടൊരു ഘടകമായിട്ട് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിനെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണല്ലോ കിട്ടുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിനെയാണ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് EPS കിട്ടുന്നത്. അപ്പോൾ EPS PE കാണുന്നതിലൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന വാക്കിൽ, ആ പ്രോഫിറ്റിൽ ചില മാനിപ്പുലേഷൻസ് ഒക്കെ കമ്പനികൾ കാണിച്ചേക്കാം. അപ്പോൾ PE ഒരു കറക്റ്റ് മെഷറായിട്ട് ചിലപ്പോൾ മാറില്ല എന്നുള്ളതൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ കുറഞ്ഞ PE ഫ്യൂച്ചറിൽ കൂടിയേക്കാം. അപ്പോൾ അതും ഒരു ഘടകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ PEയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ട് വേണം അത് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ PE എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു സബ്ജക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.